1955 മെയ് ദിനത്തിൽ വിശുദ്ധ പത്രോസിന്റെ അങ്കണത്തിൽ തടിച്ചുകൂടിയ തൊഴിലാളികളോട് 12-ാം പിയൂസ് പാപ്പ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരുന്നു. ഇനി മുതൽ മെയ് 1-ാം തീയതി തൊഴിലാളിയായ വിശുദ്ധ യൗസേപ്പിന്റെ തിരുനാളായിരിക്കും. യേശുവിൻ്റെയും പരിശുദ്ധ മറിയത്തിൻ്റെയും സംരക്ഷണാർത്ഥം മരപ്പണിക്കാരനായിരുന്ന ജോസഫ് കഠിനാധ്വാനം ചെയ്ത് തൊഴിൽ ജീവിതത്തിൻ്റെ മാഹാത്മ്യവും ശ്രേഷ്ഠതയും ഉയർത്തിക്കാട്ടിയവനാണ്. 30-ാം വയസ്സുവരെ യേശുവും തൻ്റെ പിതാവിനൊപ്പം തൊഴിൽ ചെയ്താണ് ഉപജീവനം കഴിച്ചത്. ദരിദ്രരും ഉപജീവനത്തിനായി അധ്വാനിക്കുന്നവരുമായ സാധാരണ മനുഷ്യർക്ക് എങ്ങനെ ദൈവത്തിന് പ്രസാദകരമായ വിശുദ്ധ ജീവിതം നയിക്കാം എന്നതിന് ഉത്തമ മാതൃകയാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. 12-ാം പിയൂസ് പാപ്പ പറഞ്ഞു, ഈശോയുടെ വളർത്തുപിതാവായ വിശുദ്ധ യൗസേപ്പിൽ എന്ന പോലെ വേറൊരു തൊഴിലാളിയിലും പരിശുദ്ധാത്മാവ് ഇത്ര അഗാധമായി പ്രവേശിച്ചിട്ടില്ല. തൊഴിലിലും കുടുംബത്തിലും പിതാവ് ഈശോയോട് കൂടെ ജീവിച്ചു. നിങ്ങൾ ക്രിസ്തുവിനോട് അടുത്തായിരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വിശുദ്ധ യൗസേപ്പിന്റെ പക്കൽ പോകുവിൻ.